നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തി നിങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കിടയിൽ ഇഷ്ടക്കേടുകൾ, പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ ഇവയെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് കാരണം ഈ പ്രണയബന്ധം വഴിമുട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി ഇതിൽ നിന്നും മുന്നോട്ട് പോകുവാനും ഈ പ്രണയബന്ധം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന മുഴുവനുമായി കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് മാസ്കുലൈൻ എനർജിയാണ്. ഈ വ്യക്തി സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, പുരുഷന്റെ ഊർജം വളരെയധികം അധികമായിട്ടാണ് നിൽക്കുന്നത്. വളരെയധികം ആക്ടിവേഷൻ ഊർജത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ വളരെയധികം പെട്ടെന്ന് തന്നെ പരിഹരിച്ചു തീർക്കണമെന്നും തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കണം എന്നും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം എന്നുമുള്ള തിരിച്ചറിവാണ് ഈ വ്യക്തിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എന്തൊക്കെയോ നിലപാടുകൾ മനസ്സിൽ വന്നിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. നിലപാടുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ. ആ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് നടപ്പിലാക്കുവാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ വേണ്ടപ്പെട്ടവരെ വേദനിപ്പിക്കുന്നതാകാം, നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് കൊണ്ട് മറ്റുള്ളവരെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യമാകാം, എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്കുണ്ടായിരുന്നു. പക്ഷെങ്കിൽ പോലും മറ്റു പലവരെയും ഒന്നും തന്നെ അത്രയും അങ്ങോട്ട് പ്രാധാന്യം കൊടുക്കാതെ ഈ വ്യക്തി തന്നെ വളരെ പ്രധാനത്തോടു കൂടി നിങ്ങളിലേക്ക് വരുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില നിലപാടുകൾ വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി മറ്റു ചില വ്യക്തികളുമായി ഈ പേഴ്സൺ സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് മാത്രമല്ല, എന്ത് കാര്യത്തെയും വളരെയധികം വലുതായി കാണാനുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ അത്തരം ഒരു മാനസിക ഒരു തീരുമാനം രീതി അതിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കോൾ ടു ആക്ഷൻ എന്ന് പറയുന്ന ഊർജമാണ്. ഇപ്പോൾ ഇത്രയും കാലം ഈ വ്യക്തിക്കുണ്ടായിരുന്നത് ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് കുന്നോളം അല്ലെങ്കിൽ ഭൂമിയോളം സ്വപ്നം കാണുക, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ പോണം എന്നുള്ള രീതിയിൽ മനസ്സുകൊണ്ട് ഊട്ടിയുറപ്പിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ തൊട്ട് തന്നെ ഈ വ്യക്തി പോസിറ്റീവാണ്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയിലെ മാസ്കുലൈൻ ഊർജം വളരെയധികം കുറഞ്ഞായിരുന്നു നിന്നിരുന്നത്. കൂടുതലും ഇമോഷണൽ പരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് ഈ വ്യക്തിയുടെ വീട്ടുകാരിൽ നിന്നോ ബന്ധുമിത്രാദികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതമാണ് ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. അത് വളരെയധികം മനസ്സിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് വിഷമിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമോഷണൽ ആയിരുന്നു. ഇമോഷണലായിട്ട് നിൽക്കുമ്പോൾ ഏതൊരു വ്യക്തിയുടെയും ഊർജം നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും. ഊർജം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റാതെയും അത് സ്തംഭിച്ചു നിൽക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു അവസ്ഥയാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് വളരെയധികം ധീര വനിതയോ അല്ലെങ്കിൽ ധീരനായ പുരുഷനോ ആയിട്ടാണ്. കാരണം ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന
നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചാണ് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി അനുഭവിച്ചതിനേക്കാൾ 100 ഇരട്ടി. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിർബന്ധമുണ്ട് നിങ്ങളെ ഈ പ്രണയബന്ധത്തിലേക്കോ, അതായത് ഈ വ്യക്തിയുടെ പ്രണയബന്ധത്തിലേക്കോ ദാമ്പത്യ ജീവിതത്തിലേക്കോ ക്ഷണിക്കുമ്പോൾ നല്ല രീതിയിലുള്ള സന്തോഷകരമായിട്ടുള്ള രീതിയിൽ വേണം ക്ഷണിക്കണം എന്നുള്ള ഒരു പരിപൂർണമായിട്ടുള്ള നിർബന്ധം ഈ വ്യക്തിക്കുണ്ട്. അത് അന്നുമുണ്ട്, ഇപ്പോഴുമുണ്ട്. കാരണം നിങ്ങൾ നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിച്ച ആൾക്കാരാണ്. ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്ന വ്യക്തികളാണ്. എവിടേക്കോ എത്തിച്ചേരേണ്ട വ്യക്തികളാണ്. പക്ഷെ ജീവിതത്തിൽ ഒന്നുമല്ലാത്ത രീതിയിൽ ശത്രുക്കൾ നിങ്ങളെ ആക്കി മാറ്റി. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളുമായി വിജയിച്ച് മുന്നോട്ട് പോകണമെന്നും അത് ഇനി നിങ്ങളുമായിട്ടുള്ള ജീവിതം സന്തോഷകരമായിട്ടുള്ള രീതിയിലായിരിക്കണം എന്നുള്ള നിർബന്ധം ഈ വ്യക്തിക്ക് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ അത്രയും അധികം ആലോചിച്ചിട്ട് മാത്രമേ പല കാര്യങ്ങൾ പ്രശ്നങ്ങളാണെങ്കിലും പരിഹരിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും റിയൂണിയന് വേണ്ടിയിട്ട് ആഴ്ചകളും മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളുമായി കാത്തിരിക്കുന്നവരുണ്ടാകാം. പക്ഷേ അത് എത്രയും പെട്ടെന്ന് റിയൂണിയൻ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ഉറപ്പായും ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു അവസ്ഥയിലേക്ക്, ജീവിത പശ്ചാത്തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഈ വ്യക്തിയുടെ തീരുമാനം. അല്ലാതെ ഇനിയും നിങ്ങളെ കഷ്ടപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ അങ്ങനെയൊന്നും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു മാലാഖയാണ്. അല്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ അത്രയും പ്രാധാന്യം ഈ വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ട്. സ്ത്രീ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സ് നിറയെ സ്നേഹം തന്നെയാണ്. ചില സമയത്ത് വളരെയധികം കുട്ടിത്തമുള്ള രീതിയിലാണ് ഈ വ്യക്തി പെരുമാറാനുള്ള സാധ്യത. അത് വളരെ പെട്ടെന്ന് തന്നെ വഴക്കിട്ട് പോവുകയും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇണങ്ങുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചില വഴക്കുകൾ ഒരുപക്ഷെ അങ്ങേയറ്റം പോയേക്കാം. പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തിക്ക് അവസാനമാണെങ്കിൽ പോലും എന്താണെങ്കിലും കൂടെ നിങ്ങളും കൂടി വേണം എന്നുള്ള വാശി തന്നെയാണ് ഈ വ്യക്തിക്കുള്ളത്. നിങ്ങളുമായി ഒരുമിച്ച് ആഘോഷിക്കുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ കൈപിടിച്ച് വളരെ നട്ടലുള്ള ഒരു വ്യക്തിയായി അല്ലെങ്കിൽ താൻ നേടിയെടുത്ത വലിയൊരു സ്വത്താണിത് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു. ആ ഒരു കണ്ണിന് കുളിർമയേകുന്ന ആ ഒരു കാഴ്ച അത് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ വ്യക്തി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വിശ്വസിക്കുന്നത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളും ജീവിതത്തിലേക്ക് വരും എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാമ്പത്തികപരമായിട്ടൊക്കെ മുന്നേറ്റം കൊണ്ടുവരാനൊക്കെ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പെന്റക്കിൾസിന്റെ ഊർജം നല്ല രീതിയിൽ നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ സ്വഭാവ രീതി എന്ന് വെച്ചാൽ താൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുവാനോ പ്രദർശിപ്പിക്കുവാനോ മറ്റുള്ളവരോട് തുറന്നു പറയാനോ ഒന്നും തന്നെ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. അത് വളരെയധികം മറച്ചു വെച്ചുകൊണ്ട് ഒരു മറയിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതിപ്പോൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും ഈ വ്യക്തിയെ പുറമേ നിന്നുകൊണ്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ പ്രവർത്തിക്കുന്നതായിട്ടോ എന്നിങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഈ വ്യക്തിയെ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ വളരെയധികം ഡിപ്ലോമാറ്റിക് ആയിട്ടും പ്രാക്ടിക്കലായിട്ടും ഉയർന്ന ചിന്താഗതിയോട് കൂടിയും ഭാവിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെയും ആത്മാക്കൾ തമ്മിലാണ് നല്ല രീതിയിൽ തന്നെ ഒന്നിച്ചു കിടക്കുന്നത്. അത് ഒരു കടുങ്കെട്ട് പോലെ കിടക്കുകയാണ്. അഴിച്ചാലും ഒരിക്കലും അത് അഴിക്കാൻ പറ്റാത്ത വിധത്തിൽ രണ്ടുപേരും അത്രമേൽ ചേർന്നു പോയി എന്നാണ് കാണപ്പെടുന്നത്. മുജ്ജന്മത്തിലും നിങ്ങൾ രണ്ടുപേരും തന്നെ ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധവും ആയിരിക്കാം. അപ്പോൾ എന്തു തന്നെ ആയാലും നിങ്ങളുടെ ആത്മാവിന് അറിയാം നിങ്ങൾക്ക് എന്തുകൊണ്ടും ചേരുന്നത് ഈ വ്യക്തി തന്നെയാണ്.
അതുകൊണ്ട് മറ്റുള്ള കല്യാണാലോചനകളോ മറ്റുള്ള മറ്റുള്ള വ്യക്തികളോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ പോലും നിങ്ങൾക്കതിൽ സംതൃപ്തിയോ സന്തോഷമോ കണ്ടെത്തുവാനായി സാധിക്കുന്നില്ല. ഇതേ അവസ്ഥ തന്നെയാണ് ഈ വ്യക്തിക്കും ഉള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാലും നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത്. കാരണം നിങ്ങളെ പോലുള്ളൊരു ധീരയായ സ്ത്രീനെയോ പുരുഷനെയോ ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വ്യക്തി പരിഹരിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിന് ഇഷ്ടമുണ്ട്, പക്ഷെ അതിന് കുറച്ച് താമസമുണ്ടെന്ന് മാത്രം. അതിൻ്റെതായ സാഹചര്യങ്ങളും സന്ദർഭവും ഒത്തുകൊണ്ട് ഈ വ്യക്തി അത് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കുന്നതായിരിക്കും. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇന്നത്തെ വായന. എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ. അതുപോലെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.